ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഇടതു സർക്കാരിൻ്റെ കാലത്താണ് സംസ്ഥാന ബാംബു കോർപ്പറേഷൻ്റെ സ്വപ്ന സംരംഭമായ ഹൈടെക് ബാംബു പ്ലേറ്റിംഗ് ടൈൽ ഫാക്ടറി കോഴിക്കോട്ടെ നല്ലളത്ത് പ്രവർത്തനം തുടങ്ങിയത്. അന്നത്തെ വ്യവസായ മന്ത്രി ഇളമരം കരീമിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ തുടങ്ങിയ സംരംഭം പിന്നീട് സർക്കാർ മാറിയതോടെ അവഗണന നേരിട്ട് നശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ നല്ലളത്ത് പ്രവർത്തനം ആരംഭിച്ച ബാംബു ഫ്ലോറിംഗ് ടൈൽ ഫാക്ടറി. 2011 ഫെബ്രുവരി 28-ന് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഇളമരം കരീം തന്റെ സ്വന്തം മണ്ഡലത്തിൽ ഈ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തപ്പോൾ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അതിലും വലിയ പ്രതീക്ഷകളെ നെഞ്ചേറ്റിയിരിക്കണം. കാരണം ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു ഇത്. പക്ഷേ തുടർന്ന് അധികാരത്തിലേറിയ UDF സർക്കാർ ഇത്തിരി പോലും കരുണ ഈ സ്ഥാപനത്തോട് കാണിച്ചില്ല. കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പറയാം. ഒന്നും വേണ്ടായിരുന്നു. കാട്ടിൽ നശിച്ചു പോകുന്ന മുള യഥാസമയം ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം, അതുമാത്രം മതിയായിരുന്നു ഈ സ്ഥാപനം രക്ഷപ്പെടാൻ. രക്ഷപ്പെടുക മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാംബു ടൈൽ എന്ന ഖ്യാതിയോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ കമ്പനി ഇടം പിടിക്കുമായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായശാലയായി മാറുമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കഴിഞ്ഞ 2 വർഷമായി ഒരു ചീള് മുള പോലും ലഭിക്കാതെ കമ്പനിയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചു പോകുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണിപ്പോൾ. ഏത് ഉൽപ്പന്നമായാലും ഏത് ഫാക്ടറി ആയാലും അത് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റവും പഠിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ചെറിയ ഒരു വ്യവസായത്തിന് പോലും ആ ഒരു സ്ഥിതിയുണ്ട്. ഇത് തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നോക്കാൻ ആളുണ്ടാവണം. അത് നോക്കാൻ ആളുണ്ടായാലേ ഇപ്പം ഈ അത് യഥാസമയം ആ നവീകരണം നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേറെ ഫണ്ടുകളോ ഒന്നും ഇല്ല എന്നാണ്. ഈ റോ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ യഥാസമയം റോ മെറ്റീരിയൽ കിട്ടാത്ത അവസ്ഥയായി. 2 വർഷം പോലെ റോ മെറ്റീരിയൽ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പിന്നെ തീരെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റലായിട്ട് പിന്നീട് വന്നിട്ടുള്ള ഇതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ ഉണ്ടായിട്ടുണ്ട്. ബോർഡും MD ആയിട്ടും ഇവിടുത്തെ ചെയർമാനായ നിരന്തരം തൊഴിലാളികൾ ഇതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും നിവേദനപരമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊരു വ്യക്തമായ മറുപടികളും തരാത്തൊരവസ്ഥയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ബാംബു ബേസുള്ള ബാംബു ഫ്ലോറിംഗ് ടൈൽ ഫാക്ടറിയാണ് ഇത്. നോർത്ത് ഈസ്റ്റിൽ ഇതിന് ശേഷം ഒരു ഫാക്ടറി തുടങ്ങി. അതിപ്പോൾ നല്ല വിജയത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഇതിപ്പം കുറച്ചുകൂടെയും കാര്യക്ഷമമായിട്ട്, നിലവിൽ ഇതിൻ്റെ ടെക്നോളജി കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ഇപ്പം ഇപ്പോഴത്തെ ഈ ട്രെൻഡുമായിട്ട് ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പം OSB ബേസ്ഡാണ് നോർമലി വേൾഡ് വൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പം എന്താ പറയുക, വേസ്റ്റേജ് കുറയും. ഇതിപ്പം കുറച്ച് വേസ്റ്റേജ് കൂടുതലാണ്. അന്നേരം ഇപ്പം അതിന് പാരലായിട്ട് ഇപ്പം T. സുകുമാരൻ സാറ് MD ആയതിനു ശേഷം അദ്ദേഹം ഒരു ഇതിൻ്റെ വേസ്റ്റിൽ നിന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം അത് ഫർണിച്ചർ മേക്കിംഗ്, അതുപോലെ ഹട്ട്, അതിലേക്കൊക്കെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരും. കമ്പനി ഇതിനകം പൂട്ടിപ്പോകാതിരുന്നതിന് നന്ദി പറയേണ്ടത് ഇവിടുത്തെ തൊഴിലാളികളോടാണ്. തറയോട് നിർമ്മിക്കാൻ മുള അനുവദിക്കാതിരുന്നിട്ടും മിച്ചം വന്ന മുളക്കഷ്ണങ്ങൾ കൊണ്ട് കട്ടിലും സോഫ സെറ്റും കസേരകളും മറ്റും നിർമ്മിച്ച് ഇവർ ബാംബു കോർപ്പറേഷന് വരുമാനമുണ്ടാക്കി കൊടുത്തു. എന്നിട്ടും അവഹേളനവും ചീത്തവിളിയും മാത്രമായിരുന്നു തിരികെ കിട്ടിയത്. ഇവർക്ക് യഥാസമയം ശമ്പളം കൊടുക്കാൻ പോലും കോർപ്പറേഷൻ കനിവ് കാണിച്ചില്ല. ടൈലിന് വേണ്ട റോ മെറ്റീരിയൽ തരാത്തൊരവസ്ഥ വന്നപ്പോൾ നിലവിൽ ഇവിടെയുള്ള ടൈലിന് ഉൽപ്പാദനം പറ്റാത്ത ബാമ്പു എടുത്തിട്ട് ഫർണിച്ചർ ഉണ്ടാക്കാം എന്ന് മുന്നോട്ട് പോകാൻ കാരണം റോ മെറ്റീരിയൽ യഥാസമയം ഇവിടെ കിട്ടുന്നില്ല. പിന്നെ രണ്ടാമത് അങ്കമാലി ബോർഡ് ഫാക്ടറിൻ്റെ കീഴിലുള്ളതായതുകൊണ്ട് നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ഇവിടത്തേക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങളും മറ്റും തരില്ല. ഇവിടുന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതായത് ഒരു കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ 2 നയമാണ് ഇവിടെ. അവിടുത്തെ അങ്കമാലി 30-ാം തീയതി സാലറി കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 15-ാം തീയതി 20-ാം തീയതിയാണ്, ചിലപ്പോൾ 5-ാം തീയതി 6-ാം തീയതി. ഇപ്പോഴൊന്നും ഈ ദിവസങ്ങളിൽ സാലറി കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ ഈ 30-ാം തീയതി കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ ഏറ്റെടുത്തിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഉൽപ്പന്നം എന്തെങ്കിലും മാറ്റിയിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് എന്നുള്ളവർക്ക് ഫർണിച്ചർ ഉണ്ടാക്കി അതിൻ്റെ ഒരു പണം ഉണ്ടാക്കിയിട്ട് ഇവിടെ ശമ്പളം കൊടുക്കാൻ രൂപത്തിൽ നടത്താമെന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ അങ്കമാലിയാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. അവിടെ കുറേ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെ ഈ ബാംബു ടൈൽ ഫാക്ടറിൻ്റെ കാര്യത്തിലാണ് ഒരു ഗവൺമെൻറ് വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്നത്. അങ്ങനെ ഇതിലിപ്പം റോ മെറ്റീരിയൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പ് റോ മെറ്റീരിയൽ അവർ കുറേ ടണ്ണ് 300 ടണ്ണായിട്ട് എന്തോ പാസ്സായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞിട്ടത് നിർത്തിവെച്ചു, പിന്നീട് കിട്ടിയില്ല. അപ്പം അങ്ങനെ അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്നൊരു കുഴപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണം മാറിയിരിക്കുന്നു. പുതിയ വ്യവസായ മന്ത്രി വന്നിരിക്കുന്നു.
അതിലുപരി ബേപ്പൂർ മണ്ഡലത്തിലെ പുതിയ MLA VKC മുഹമ്മദ് കോയയാണ്. വ്യവസായ മന്ത്രി അല്ലെങ്കിലും തന്റെ മണ്ഡലത്തിൽ വൻ സാധ്യതകളുള്ള ഒരു വ്യവസായശാലയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം എന്ന് മറ്റേത് MLAയേക്കാളും VKCക്ക് അറിയാം. കേരളത്തിലെ പാദരക്ഷാ വ്യവസായത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വരെ എത്തിച്ച വ്യവസായ തന്ത്രജ്ഞനാണല്ലോ അദ്ദേഹം. ആ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. ഞങ്ങൾ ട്രേഡ് യൂണിയൻ എന്നുള്ള തന്നെ ഇവിടുത്തെ MLA VKCനെ പോയി കാണുകയും അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുത്ത് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്, നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെ ഇന്നത്തെ അവസ്ഥയെല്ലാം വെച്ചിട്ട് വ്യവസായ മന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ വ്യവസായ മന്ത്രി പറഞ്ഞത് ഇതിങ്ങനെ ഈ അങ്കമാലീൻ്റെ കണക്കാണുള്ളത്. അപ്പം ഇവിടെ നല്ലളം ബാമ്പു ടൈൽ ഫാക്ടറി എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ ഞാനത് വന്ന് പഠിക്കണത്. പിന്നെ അത് കാരണം അങ്കമാലി ബാമ്പു കോർപ്പറേഷൻ എന്നുള്ളതിൽ വന്നിട്ടുള്ളൂ. നല്ലളത്തുള്ള ഈ ഫാക്ടറിയെ പറ്റി അവരുടെ മുമ്പിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് ചിലപ്പം അങ്കമാലീൻ്റെ കണക്കായിരിക്കുള്ളത്, അങ്കമാലീൻ്റെ ഭാഗമാണുള്ളത്. അപ്പം അതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞാനത് ഒന്ന് മനസ്സിലാക്കട്ടെ പറഞ്ഞ് അവരോട് അയാളുടെ സെക്രട്ടറിയോടൊക്കെ ഒന്ന് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. കേരളത്തിലെ വനമേഖലയിൽ യാതൊരു ഉപയോഗവുമില്ലാതെ നശിച്ചുകൊണ്ടിരുന്ന മുള വനം വകുപ്പിന്റെ അനുമതിയോടെ ശേഖരിച്ച് നല്ലളത്തെ ഫാക്ടറിയിലെത്തിക്കുകയും തായ്വാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് ഇവയെ ഫ്ലോറിംഗ് ടൈൽസായി രൂപാന്തരപ്പെടുത്തുകയുമാണ് ഈ ഫാക്ടറിയിൽ ചെയ്തിരുന്നത്. ഫാക്ടറി സ്ഥാപിക്കുന്നതിനാവശ്യമായ 2 ഏക്കർ ഭൂമി ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്തിൽ നിന്നും 20 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തതാണ്. ഫാക്ടറിയുടെ നിർമ്മാണവും ഡിസൈൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ വർക്കുകളും കേരളത്തിലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡാണ് നിർവഹിച്ചത്. മൊത്തം 12 കോടിയായിരുന്നു ഈ പ്രോജക്റ്റിന്റെ അടങ്കൽ തുക. ഇതിൽ 7 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു. 4.5 കോടി രൂപയ്ക്കാണ് തായ്വാനിൽ നിന്നും മെഷീനറികൾ ഇറക്കുമതി ചെയ്തത്. ഫാക്ടറിയുടെ നിർമ്മാണത്തിന് 2 കോടി രൂപയായി. അനുബന്ധ ഉപകരണങ്ങൾക്ക് 1.5 കോടി. പ്രതിമാസം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഫ്ലോറിംഗ് ടൈൽസ് നിർമ്മിക്കുന്നതിനാണ് തുടക്കത്തിൽ ലക്ഷ്യമിട്ടത്. നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന ചൈനീസ് ഫ്ലോറിംഗ് ടൈൽസിന്റെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ബാംബു ഫ്ലോറിംഗ് ടൈൽസ് നൽകാൻ കഴിയും എന്ന് ബാംബു കോർപ്പറേഷന്റെ അന്നത്തെ MD ഡോക്ടർ S ഷാനവാസ് അവകാശപ്പെട്ടിരുന്നു. ഭാവിയിൽ മരത്തിനു പകരം മുളയും മുളയുൽപ്പന്നങ്ങളുമാണ് വരാൻ പോകുന്നതെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ നിരീക്ഷണം. മുള കൊണ്ടുള്ള വീടുകൾ ഇപ്പോൾ വിപണിയിൽ ഇടം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദിവാസികൾ പണ്ട് മുളയുപയോഗിച്ച് നിർമ്മിച്ചിരുന്ന വീടുകൾക്ക് 100 വർഷത്തോളം ആയുസ്സുണ്ടായിരുന്നു. ചൈന, തായ്വാൻ എന്നിവിടങ്ങളിലേതിനേക്കാൾ ഉറപ്പും ഈടുമുള്ള ഇനത്തിലുള്ളതാണ് കേരളത്തിലെ മുളകൾ. കേരള ബാമ്പു എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്, ഭയങ്കര സിലിക്കൺ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ട് അതിൻ്റെ. അന്നേരം മെഷീനബിൾ അല്ല ഈസിലി. നിലവിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന മെറ്റീരിയലിന് 630 ഡെൻസിറ്റി വരിക. നമ്മുടെ 830 ഉണ്ട് kg/cm3, kg/m3 ഉണ്ട് അതിൻ്റെ ഡെൻസിറ്റി. അതുപോലെ ടഫ്നെസ് എല്ലാം ക്വാളിറ്റി വൈസ് നല്ലൊരു മെറ്റീരിയലാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. പിന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബാംബു ഫർണിച്ചർ തന്നെ പറയുകയാണെങ്കിൽ അത് നല്ല ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. മുള വ്യവസായത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ചൈനയിലും തായ്വാനിലും പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ മുള കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ നിർമ്മിതികൾ രൂപപ്പെടുത്തിയപ്പോഴും നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം നിർമ്മാണവും നടത്തിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് തായ്വാനിൽ നിന്നും യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്ത് അവരുടെ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം നമ്മുടെയും കൂടി സാങ്കേതിക ജ്ഞാനം വിളക്കിച്ചേർത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മത്സരിക്കാൻ പാകത്തിന് ഗുണമേന്മയുള്ള തറയോടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞ ഇടതു സർക്കാർ പദ്ധതിയിട്ടത്. അങ്ങനെയാണ് 2011 ഫെബ്രുവരി 28-ന് 29 സ്ഥിരം ജീവനക്കാരുമായി സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയത്. ഒരു മാർക്കറ്റിംഗ് മാനേജർ, 2 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ, 3 എഞ്ചിനീയർമാർ, 5 സൂപ്പർവൈസർമാർ, ഓപ്പറേറ്റേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്, സെമി സ്കിൽഡ് വർക്കർമാർ എല്ലാം ചേർത്ത് 18 പേർ. ഇവരെ കൂടാതെ 30 അൺസ്കിൽഡ് കരാർ തൊഴിലാളികളും ഉണ്ടായിരുന്നു. 2011 LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പിന്നെ 10 പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. അന്ന് ബാംബു കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ ഹൈടെക് ബാംബു ഫ്ലോറിംഗ് ഫാക്ടറി എന്നുള്ള നിലക്ക് തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം 29 സ്ഥിരം ജീവനക്കാർ, ഒരു 30ഓളം കരാർ ജീവനക്കാർ നിയമിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ആ ആരംഭത്തോടെ തന്നെ 2 കോടി വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഈ സ്ഥാപനത്തിൽ മാറ്റിവെക്കുകയും പിന്നീട് ഒരു മെയ് മാസത്തോടു കൂടി പുതിയ ഗവൺമെൻറ്, അതായത് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിലവിൽ ഒരു 6 മാസത്തോളം പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടന്നിരുന്നു. പിന്നെ റോ മെറ്റീരിയൽ വേണ്ട രീതിയിൽ തന്നിട്ടില്ല. പിന്നെ ഈ പ്രൊഡക്ഷൻ നടന്ന സാധനം, ഒരു വർഷം പോലെ പ്രൊഡക്ഷൻ എടുത്ത സാധനം വിപണി പിടിക്കാനുള്ളൊരു സാധ്യത ഗവൺമെൻറ് തീരെ കണ്ട UDF ഗവൺമെൻറ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് നിൽക്കുന്ന ആളാണ് ഇപ്പോൾ ഇവിടുത്തെ ഫാക്ടറി മാനേജർ. അതേമാതിരി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളാണ് ഇവിടുത്തെ
ഇപ്പോഴത്തെ മറ്റേ ഓഫീസ് സ്റ്റാഫായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ വെച്ചിട്ടാണ് ഈ ഓഫീസും ഈ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ ഈ മാർക്കറ്റിൽ പോയിട്ട് ഇത് വിപണനം കണ്ടെത്തേണ്ട ആളുകളാണ് ഈ രീതിയിൽ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ക്ഷീണമായിട്ട് മാറിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ മാർക്കറ്റിംഗ് മാനേജർക്ക് സ്ഥാപനത്തിന്റെ മൊത്തം ചുമതലയുള്ള മാനേജറായി പ്രവർത്തിക്കേണ്ടി വന്നു. 2 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളിൽ ഒരാൾ 2 ആഴ്ചയ്ക്കകം പണി നിർത്തിപ്പോയി. മറ്റേ എക്സിക്യൂട്ടീവിന് ഓഫീസ് സ്റ്റാഫായി ജോലി ചെയ്യേണ്ടി വന്നു. തുടക്കത്തിലെ ഇത്തരം കല്ലുകടികൾ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമായെന്നാണ് മുസ്ലിം ലീഗിന്റെ മേഖലാ പ്രസിഡന്റ് കൂടിയായ ഈ വാർഡിലെ കൗൺസിലർ എം കുഞ്ഞാമുട്ടി പറയുന്നത്. സംരംഭം കൊണ്ടുവരുന്നപ്പോൾ നല്ല ഒരു കൺസെപ്റ്റായിരുന്നു അത്. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു സപ്പോർട്ട് പിന്നീട് അതിന് കൊടുത്തില്ല. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ വ്യവസായത്തിൻ്റെ മിഷനറി വരുത്തൽ മാത്രമല്ല അതിൻ്റെ ജോലി. അതിലേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം, അത് മാർക്കറ്റിംഗ് ചെയ്യണം. പിന്നീട് ഈ മാർക്കറ്റിങ്ങിനും അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ, ഈവൻ അതിൻ്റെ തൊഴിലാളികൾ എത്ര വേണം നോക്കിയിട്ട് അതിനുള്ള തൊഴിലാളികളെ പോലും വെക്കാനുള്ളൊരു രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം നടന്നിട്ടില്ല. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. അത് കൊണ്ടുവന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് അതിൽ. ആ ഉദ്ദേശത്തിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടില്ല. പിന്നീടുള്ള കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ് അത് അത്രത്തോളം നോക്കിയെന്നുള്ള അഭിപ്രായവുമില്ല. 3 എഞ്ചിനീയർമാരിൽ ഒരാൾ വേറെ ജോലി കിട്ടിപ്പോയി. ഇപ്പോൾ 2 പേരേ ഉള്ളൂ. ഓപ്പറേറ്റേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസിലും ഒരാൾ നിർത്തിപ്പോയി. സെമി സ്കിൽഡ് വർക്കർമാരിൽ 2 പേർ പോയി. പോയവർക്കൊന്നും പകരം നിയമനമില്ലായിരുന്നു. സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ബാംബു കോർപ്പറേഷനോ സംസ്ഥാന സർക്കാരിനോ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു എന്നർത്ഥം. ഇതിനിടെ ഒരു ടെക്നീഷ്യനെ തിരുവനന്തപുരത്തെ ബാംബു ബോർഡ് ഫാക്ടറിക്ക് കീഴിലുള്ള പനമ്പ് നെയ്ത്ത് കേന്ദ്രത്തിലേക്കും ഒരാളെ നാദാപുരം ഫീഡർ യൂണിറ്റിലേക്കും മറ്റൊരാളെ അങ്കമാലിയിലെ ബാംബു ബോർഡ് ഫാക്ടറിയിലേക്കും സ്ഥലം മാറ്റി. ഓവർസിയറിൽ ഒരാളെ അങ്കമാലിയിലെ ബാംബു ബോർഡ് ഫാക്ടറിയിലേക്കും മറ്റൊരാളെ പത്തനംതിട്ടയിലേക്കും വേറൊരാളെ ഹട്ട് നിർമ്മാണത്തിൻ്റെ ചുമതലയിലേക്കും മാറ്റി. ഇവിടെ ഇപ്പോൾ ഓവർസിയർ പോസ്റ്റിൽ ആരുമില്ല. ഒരു സെമി സ്കിൽഡ് വർക്കറെ പെരുമ്പാവൂരിലെ ഡിപ്പോയിലേക്കും മാറ്റിയിരുന്നു. ബാക്കിയുള്ളവർക്കൊപ്പം 7 കരാർ ജീവനക്കാരും 6 ദിവസവേതനക്കാരും 1 ബോയിൽ ഓപ്പറേറ്ററും 3 സെക്യൂരിറ്റിക്കാരും 1 സ്വീപ്പറുമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. ചെയർമാനൊക്കെ പരസ്യമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ ഫാക്ടറി അടച്ചുപൂട്ടാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഇവിടുത്തെ ചെയർമാൻ PJ ജോയി എന്ന് പറഞ്ഞ അങ്കമാലി XMLA പുള്ളി ഒരു പെരുമ്പാവൂർ ഒരു ഇതിൻ്റെ ഫീഡർ ഡിപ്പോൻ്റെ ഒരു ഉദ്ഘാടനത്തിന് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ നല്ലോണം ഫാക്ടറി ഒരു ശാപമാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇത് കഴിഞ്ഞ ഗവൺമെൻറ് അൾമരം കരീമിൻ്റെ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ഈ പ്രൊജക്റ്റ് എന്തുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ നടത്താൻ പാടില്ല, അത് മുന്നോട്ട് പോകണ്ടെന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ ശ്രദ്ധയും ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അതാത് ഭരണകൂടങ്ങൾ കഴിഞ്ഞ ഭരണകൂടം എന്ത് ചെയ്തോ, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഭരണകൂടങ്ങളിലെ ഭരണകർത്താക്കൾ അത് ശ്രദ്ധിച്ചിട്ടില്ല, ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കാണെങ്കിൽ നമ്മൾ കേരളം ഇവിടെ എത്തിപ്പോയായിരുന്നു. ഓരോ സംരംഭവും ഒരു കൂട്ടർ തുടങ്ങി വെക്കും, മറ്റൊരു കൂട്ടർ അത് അതിലേക്ക് വേണ്ടതൊന്നും ചെയ്യില്ല. അത് ആര് തുടങ്ങി ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകമായിട്ട് കുറ്റം പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആരംഭത്തിൽ 30 കരാർ ജീവനക്കാരുണ്ടായിരുന്നെങ്കിലും കാലക്രമേണ അവരുടെ എണ്ണം 7 കുറയുകയായിരുന്നു. UDF സർക്കാർ 30 ദിവസവേതനക്കാരെ നിയമിച്ചിരുന്നു. അതാണ് ഇപ്പോൾ 6 കുറഞ്ഞത്. കമ്പനിയുടെ തുടക്കത്തിൽ നിശ്ചയിച്ച സ്ഥിരം ജീവനക്കാർക്ക് 1 വർഷമായിരുന്നു പ്രൊബേഷൻ കാലയളവെങ്കിലും കാലം ഇത്രയായിട്ടും ആരെയും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അതേസമയം ബാംബു കോർപ്പറേഷന്റെ അങ്കമാലിയിലെ ആസ്ഥാന മന്ദിരത്തിനടുത്തുള്ള ബാംബു ബോർഡ് ഫാക്ടറിയിൽ 20 പേരെ നിയമിച്ചത് 4 മാസം മുതൽ 6 മാസം വരെ പ്രൊബേഷനിലാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ഈ 20 പേരെയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഒരേ കോർപ്പറേഷന്റെ 2 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് 2 തരം നീതി. ഇവിടെ ഉള്ള തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 29 വരുന്ന തൊഴിലാളി സ്ഥിരം പോസ്റ്റിലേക്ക് വന്നതാണ്. ഇവിടുത്തെ മറ്റേ ഓഫീസ് സ്റ്റാഫും പിന്നെ ഓപ്പറേറ്റേഴ്സ്, സ്കിൽഡ് വർക്കർമാരെന്ന് പറഞ്ഞിട്ട് 29 വെച്ച ആളുകൾ. 1 വർഷം പ്രൊബേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞിട്ട് പ്രൊബേഷൻ പീരീഡ് ഇവരെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ UDFൻ്റെ അവരെ ഭരണത്തിൽ വന്നതിൻ്റെ ശേഷം അവരതായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റുകയും അവരെ പെട്ടെന്ന് തന്നെ സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഇപ്പം തന്നെ 2015 ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ട് 20 പേരെ ഇവിടെ നിയമിച്ച് ബാംബു ബോർഡ് ഫാക്ടറിയിൽ അങ്കമാലി അവിടെ നിയമിച്ച് ഈ 20 പേരെ നിയമിച്ചിട്ട് 4 മാസം 6 മാസം പ്രൊബേഷൻ പീരീഡാണ് അവർക്ക് നിശ്ചയിച്ച്. അത് യഥാസമയം ഈ 6 മാസം ആവുന്നതോട് കൂടിയിട്ട് കഴിഞ്ഞ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആ
അവരെ ആ ഡേറ്റ് ഇട്ടിട്ട് അവരെ സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോഴും ഇവിടുത്തെ തൊഴിലാളികൾ ഈ പ്രവേശം 1 ഇയർ പ്രവേശം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും 5 വർഷം എന്നുള്ള നിലക്ക് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു കൊല്ലത്തെ പ്രവേശനാണ് കുറച്ച് ആൾക്കാർ നിയമിച്ചിരുന്നത്. അത് ഗവൺമെൻറ് മാറിയപ്പം അത് ഒന്നും നടന്നില്ല. അവരങ്ങനെ തുറന്നു. പിന്നെ കുറേ ആളുകളെ ഇവിടെ കരാർ അടിസ്ഥാനത്തിൽ കുറേ ആളുകളുണ്ടായിരുന്നു, അവരെ ഒഴിവാക്കി. കരാർ ജീവനക്കാർക്കും ദിവസവേതനക്കാർക്കും ഇപ്പോഴും 350 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഞായറും മറ്റ് അവധി ദിവസങ്ങളും ഒന്നും ഇവർക്ക് ബാധകമല്ല. 5 വർഷമായി തുച്ഛമായ ഈ വരുമാനത്തിന് ജോലി ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണ് പലരും ജോലി നിർത്തിപ്പോയത്. തുച്ഛമായ വേതനമാണ്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആണെങ്കിൽ കൂടിയിട്ട് 3050 രൂപ 3350 രൂപ ബേസിക്കും DA അടക്കം ഇപ്പോൾ കയ്യിൽ കിട്ടുന്നത് ഒരു 10 രൂപ 11 രൂപേൻ്റെ അടുത്തേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് പിന്നെ കരാർ ജീവനക്കാർക്ക് ഒരു മാസം പൂർണ്ണമായിട്ട് ഇവിടെ വന്നാൽ ആ 5000 രൂപ 6000 രൂപയെ കയ്യിൽ കിട്ടുന്നു. അവർക്ക് ഞായറാഴ്ചകളും അവധി ദിവസങ്ങളിലും വേതനം കട്ടിങ്ങാണ്. അസംസ്കൃത വസ്തുവായ മുള ആവശ്യത്തിന് കിട്ടാതെയാണ് ഫാക്ടറി ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയത്. വനം വകുപ്പിന്റെ അധീനതയിൽ മുള ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ബോർഡിന്റെ അലംഭാവം കാരണമാണ് കൃത്യമായി മുള ലഭിക്കാത്ത അവസ്ഥയുണ്ടായത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അവഗണന കൂടിയായപ്പോൾ സ്ഥാപനം ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തുകയായിരുന്നു. ശരിയായിട്ട് ഇവിടേക്ക് റോ മെറ്റീരിയൽ എത്താണ്ടിരുന്നു. റോ മെറ്റീരിയൽ മുളയാണ്. മുള ഈ ഫോറസ്റ്റിൽ നിന്ന് ബാംബു കോർപ്പറേഷന് കൊടുക്കുന്നതാണ്. അത് ശരിയായ നിലയിൽ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് കൊടുക്കാതിരിക്കുക. റോ മെറ്റീരിയൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ വയനാട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടുന്ന് ഒരു സെമി ആയിട്ട് പകുതി സംസ്കരിച്ച് ഇവിടെ വന്ന് ഫിനിഷ് ചെയ്ത് അതിൻ്റെ ഫ്ലോറിങ്സ്, കാഡിൽ അതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിരുന്നു അന്ന് വിചാരിച്ചിരുന്നത്. അത് ഈ ചൈനയിൽ തന്നെയുള്ളൊരു കമ്പനിക്ക് കൊടുത്തിട്ട് അവർ തന്നെ ഇവിടുന്ന് ഇന്ത്യൻ പേരിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ബാംബു കോർപ്പറേഷൻ തന്നെ ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് നോക്കി. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത്രത്തോളം വയബിളായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ വില കൂടി, ചൈനയിൽ നിന്ന് നല്ല വില കുറഞ്ഞിട്ട് സാധനങ്ങൾ ഇവിടെ എത്താൻ തുടങ്ങി. കമ്പനിയുടെ തുടക്കകാലത്ത് ആവശ്യത്തിന് മുള ലഭിച്ചിരുന്നുവെങ്കിലും UDF അധികാരത്തിലേറിയതോടെയാണ് യൂണിറ്റിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മുള വെട്ടാൻ വനം വകുപ്പ് അനുവദിക്കില്ല. പലപ്പോഴും മുള വെട്ടാനുള്ള അലോട്ട്മെന്റ് പാസാക്കി കൊടുക്കുക ഈ കാലത്തായിരിക്കും. 2015 അലോട്ട്മെന്റ് നൽകിയതേയില്ല. പിന്നെ 2016 ഏപ്രിലിലാണ് കിട്ടിയത്. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിന്റെ ബഹളമായി. DFO ജില്ലാ വരണാധികാരിയായി പോയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും മുള വെട്ടലിനുള്ള നിയന്ത്രണ കാലവുമായി. ചുരുക്കി പറഞ്ഞാൽ 2 വർഷമായി ഒരു ചീള് മുള പോലും ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടില്ല. ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസം മുള നമുക്ക് മുറിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പുതിയ മുളകൾ ഉണ്ടാകുന്ന സമയമാണിത്. അന്നേരം ഈ ഒരു 3 മാസം ബാൻ. പിന്നെ അത് കഴിഞ്ഞ് സെപ്റ്റംബർ മുതലാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് ശരിക്കും നമുക്ക് കിട്ടുക. ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് റോ മെറ്റീരിയൽ അലോട്ട്മെൻറ്റ് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുത്തായിരുന്നു, ഗവൺമെൻറ്റിലേക്ക് കൊടുത്തതായിരുന്നു. പക്ഷേ അലോട്ട്മെൻറ്റ് ചെയ്ത് വന്നപ്പം ഒത്തിരി കാലതാമസം വന്നു. മാനന്തവാടി, നാദാപുരം, കാടാമ്പുഴ എന്നിങ്ങനെ 3 ഫീഡർ യൂണിറ്റുകളാണ് സ്ഥാപനത്തിന് കീഴിലുള്ളത്. മുള ശേഖരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കലാണ് ഇവിടെ ചെയ്യുക. കുടുംബശ്രീ യൂണിറ്റുകളാണ് ഈ ജോലി ഏറ്റെടുത്ത് ചെയ്തിരുന്നത്. ഒരു ഫീഡർ യൂണിറ്റിൽ 15 പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു. മുളയുടെ വരവ് നിലച്ചതോടെ ഇവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. ബാംബു ടൈൽ ഉൽപ്പാദനം ഏതാണ്ട് നിലച്ചതോടെ പണ്ടുപയോഗിച്ച മുളയുടെ വേസ്റ്റ് ഉപയോഗിച്ച് തൊഴിലാളികൾ ഡൈനിങ് ടേബിൾ, ടീപ്പോയി, കസേരകൾ, ഗാർഡൻ ചെയർ, ഈസി ചെയർ, കട്ടിൽ, സോഫ സെറ്റ്, ഹട്ട് എന്നിവയുടെ നിർമ്മാണം നടത്തി കഷ്ടിച്ച് പിടിച്ചു നിൽക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ ഫർണിച്ചറുകളുടെ കാലമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡാണ്. കട്ടിലിന് 10,000 രൂപ, സോഫ സെറ്റിന് 4500 മുതൽ 12000 രൂപ വരെ, കസേരകൾക്കും ടീപ്പോയിക്കും 4000 രൂപ, ഡൈനിങ് ടേബിളിന് 8500 മുതൽ 9000 രൂപ വരെ. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വില. ഇക്കോ ടൂറിസം പദ്ധതികൾക്കുള്ള ഹട്ടുകൾ സ്ക്വയർ ഫീറ്റിന് 3300 രൂപയ്ക്കാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. മാർക്കറ്റിംഗ് സംവിധാനം ഇല്ലെന്നു തന്നെ പറയാം. ബാംബു കോർപ്പറേഷന്റെ അങ്കമാലിയിലുള്ള ബാംബു ബോർഡ് ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങളായ ബാംബു ബോർഡ്, ബാംബു പ്ലൈ എന്നിവയുടെ ഡീലർമാർക്ക് തന്നെയാണ് ബാംബു ടൈൽസിൻ്റെയും ഡീലർഷിപ്പ് നൽകിയിരുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ പല ജില്ലകളിലും ഡീലർമാരില്ല. ആവശ്യക്കാർ ഫാക്ടറിയിലേക്ക് വരേണ്ട അവസ്ഥ. എന്നിട്ടും ചൂടപ്പം പോലെ ടൈലുകൾ വിറ്റുപോയി. ബാംബു ടൈൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചൈനയിലാണ് കൂടുതൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടെയുള്ള ആളുകൾ അത് ആശ്രയിച്ചായിരുന്നു പോയിരുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് വന്നതിന് ശേഷം നമുക്ക്
ഇവിടെ തന്നെ വിപണി പിടിക്കാൻ നമ്മളിപ്പോൾ നിലവിൽ തന്നെ ഇവിടെ കഴിഞ്ഞ 5 വർഷം തുടങ്ങിയിട്ടുള്ള ഒരു വർഷം കൂടുതൽ പ്രൊഡക്ഷൻ എടുത്ത് ആ പ്രൊഡക്ഷൻ ഒരു 1000 സ്ക്വയർ ഫീറ്റ് കൂടി ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സെയിലാവുന്ന അവസ്ഥയാണ്. പിന്നെ ജനങ്ങളിപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ട് ഒരു 1000-2000 സ്ക്വയർ ഫീറ്റ് സാധനം ചോദിച്ചാൽ എടുത്തു കൊടുക്കാനില്ല. കാരണം അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽ തന്നിട്ടുമില്ല. അപ്പോൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്കമാലിയിലെ ഹെഡ് ഓഫീസിലും ബാംബു ബോർഡ് ഫാക്ടറിയിലുമൊക്കെ 1-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് 10-ാം തീയതിക്ക് ശേഷമേ ശമ്പളം കിട്ടാറുള്ളൂ. സർക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടുമില്ല. ഒരു ഷിഫ്റ്റിൽ പ്രതിദിനം 700 സ്ക്വയർ ഫീറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള മെഷീനറിയും ജീവനക്കാരുമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ആവശ്യത്തിന് മുള ലഭിച്ചിരുന്നെങ്കിൽ 2 ഷിഫ്റ്റിലായി പ്രതിദിനം 1400 സ്ക്വയർ ഫീറ്റ് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു. നല്ലൊരു നവീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഒരു നല്ലൊരു നല്ലൊരു ടീമിനെ വെച്ചിട്ട് IIT പോലെയുള്ള ഏതെങ്കിലും ടീമുകളെ വെച്ചിട്ട് നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ഒരു അസിസ്റ്റൻസ് തന്നുകൊണ്ട് ഇതിന് നല്ലൊരു വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകൾ ഉൾപ്പെടെ നമുക്ക് ഇതിലെങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ടെക്നോളജിയുടെ ഹെൽപ്പ്, ഫിനാൻഷ്യൽ ഹെൽപ്പ്, ഗവൺമെൻറ് സപ്പോർട്ട് ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 വർഷം കൊണ്ട് ടെക്നോളജിയിൽ മാറ്റങ്ങൾ വന്നു. അതിനനുസരിച്ച് മാറാനോ കൂടുതൽ വൈവിധ്യമാർന്ന ടൈലുകളുടെ ഉൽപ്പാദനത്തിലേക്ക് വരാനോ ഒന്നും കോർപ്പറേഷനോ സർക്കാരോ ശ്രമിച്ചില്ല. ഏതായാലും കാലം മാറി, LDF വന്നു. ഇനി എല്ലാം ശരിയാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഏതായാലും മാറി മാറി വരുന്ന സർക്കാരുകൾ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ സംരംഭങ്ങളെ തളർത്തുമ്പോൾ കഷ്ടപ്പാടിലാകുന്നത് അവിടുത്തെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. കണ്ടെത്തിയ വിപണി സാധ്യതകൾ നശിക്കുകയും ചെയ്യുന്നു. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച.